അല്പസമയം മുൻപ് ലൈവിൽ നെവിനും അനുമോളും തമ്മിൽ പൊരിഞ്ഞ വഴക്കായിരുന്നു. ഇപ്പോൾ രണ്ടുപേരും കൂടെ ഒരു സോഫയിൽ ഇങ്ങനെ കിടക്കുകയാണ്. അനുമോളാണ് ആദ്യം സോഫയിൽ പോയി കിടന്നത്. അത് കഴിഞ്ഞ് നെവിൻ ട്രിഗർ ചെയ്യാൻ വേണ്ടി പോയി കിടക്കുകയാണ്. അത് കഴിഞ്ഞ് അവർ രണ്ടുപേരും കൂടെ ആ സോഫയിൽ ഇരുന്ന് ഇങ്ങനെ വീണ്ടും പ്രശ്നം വഷളാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്നു. എന്നെ വെറുതെ ഇവിടെ എൻ്റെ പേഴ്സണൽ സ്പേസിൽ നീ എന്തിനാ കയറി വരുന്നതെന്ന് അനുമോൾ, ഈ സോഫ നിനക്ക് എഴുതി തന്നിട്ടില്ല എന്ന് നെവിനും. അങ്ങനെ രണ്ടുപേരും ഒരു സോഫയിൽ വീണ്ടും ഇരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് അവിടെ ഇരിക്കുന്ന നൂറയും ആതിരയും ഒക്കെ പുറത്തേക്ക് എഴുന്നേറ്റ് പോവുകയാണ്. നിങ്ങളുടെയൊക്കെ നാടകം കണ്ടു മടുത്തു, നിങ്ങളിത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾ രണ്ടുപേരും കൂടെ നാടകം കളിക്കുകയാണ് എന്ന് നൂറ പറയുന്നു. ഇത് കേട്ട് കഴിഞ്ഞ് ഷാനവാസും പറയുന്നുണ്ട്, എൻ്റെയും അനീഷിൻ്റെയും കണ്ടു കഴിഞ്ഞപ്പോൾ ഇവർക്കൊക്കെ നാടകം, അപ്പോൾ ഇതിനൊന്നും ഒരു കുഴപ്പവുമില്ല എന്ന് ഷാനവാസും പറയുന്നുണ്ട്. അനുമോളും നെവിനും കൂടെ തമ്മിൽ ഒരുമിച്ചിരുന്ന ഒരു ടോം ആൻഡ് ജെറി കോംബോ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്ന് അവർക്ക് തോന്നി. അതിന് കാരണം നൂറയും ആദിലയും കൂടെ പുറത്ത് ചെന്നിരുന്ന് പറയുന്നുണ്ട്. അനുമോൾ തന്നെ കഴിഞ്ഞ ദിവസം നൂറയുടെ അടുത്ത് പറഞ്ഞിരുന്നു, നെവിൻ ഒരു ടോം ആൻഡ് ജെറി കോംബോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അനുമോളുടെ അടുത്ത് വരാറുണ്ട്. ഇവർ രണ്ടുപേരും കൂടെ ഒരു ടോം ആൻഡ് ജെറി കോംബോ പുറത്ത് വൻ വൈറലാണ് എന്നാണ് വിചാരം എന്ന് അനുമോൾ നൂറയുടെ അടുത്ത് പറഞ്ഞതായിട്ട് നൂറ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അനുമോളും നെവിനും ഒരുമിച്ച് ആ ഒരു സോഫയിൽ ഇരുന്ന സമയത്ത് നല്ല വെറുപ്പീരായിട്ടുണ്ട് കേട്ടോ, ഞങ്ങൾക്ക് ഇതൊന്നും കണ്ടു നിൽക്കാൻ പറ്റില്ല, രണ്ടുപേരുടെയും നാടകം അവസാനിപ്പിച്ചോ, ഇത് വൻ വെറുപ്പീരാണ് എന്ന് പറഞ്ഞ് നൂറയും ആദിലയും അവിടുന്ന് എഴുന്നേറ്റ് പോയത്. ഷാനവാസും അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബാക്കി അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും തന്നെ ഏകദേശം കാര്യവും മനസ്സിലായിട്ടുണ്ട്. എന്തായാലും നൂറ തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ്, ഇവരുടെ രണ്ടുപേരുടെയും ഒരു ടോം ആൻഡ് ജെറി കോംബോ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് പോലെ തോന്നിയെന്ന്. നിങ്ങൾക്കും അങ്ങനെ തോന്നിയോ? താഴെ കമൻറ്റ് ചെയ്യുക. ബിഗ് ബോസിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.